ഗസ സ്വന്തമാക്കാൻ ഇസ്രായേൽ ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം അമേരിക്കയും. എന്താണ് ഗസയിലേക്കുള്ള പെട്ടെന്നുള്ള ഈ നീക്കത്തിന് കാരണം? നമുക്കറിയാലോ, ഗസയിലെ കെട്ടിടങ്ങൾ ഭൂരിഭാഗവും തകർന്നിരിക്കുകയാണ്. ഏതാണ്ട് 69% കെട്ടിടങ്ങളും അവിടെ തകർന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടും വാസയോഗ്യമല്ല. ഇനി അവിടേക്ക് ആളുകൾ വന്ന് താമസിക്കണമെങ്കിൽ ഗസ മൊത്തം അഴിച്ചു പണിയണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ സിമെൻറ്റ് കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ മുഴുവൻ ഡംപ് ചെയ്യണം മറ്റു വല്ലയിടത്തും. എന്നിട്ട് ആദ്യം മുതൽ തന്നെ അവിടെ കൺസ്ട്രക്ഷൻ നടത്തണം. ഇപ്പം നമ്മൾ കാണുന്നത് എന്താ, വടക്കൻ ഗസയുടെ അതിർത്തി തുടർന്നു. അതോടുകൂടി ഇവിടെ നിന്ന് പലായനം ചെയ്തു പോയ പാലസ്തീൻകാർ കൂട്ടത്തോടുകൂടി ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നിരിക്കുന്ന ആളുകളെ മുഴുവൻ കൂടി ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിലവിൽ ഗസയ്ക്ക് സൗകര്യമില്ല. പക്ഷേ വീണ്ടും പാലസ്തീൻകാർ വരുന്നു. കാരണം ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്, ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അമേരിക്കയുടെ പ്രസിഡൻ്റായി ചുമതലയെടുത്തതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, നിലവിൽ ഗസ ഒന്ന് പുനഃസ്ഥാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ പുനർനിർമ്മിക്കണമെങ്കിൽ ഇപ്പോൾ ഗസയിൽ താമസിക്കുന്ന ആളുകൾ കൂടി അയൽ രാജ്യങ്ങളിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പോകണം. അപ്പോൾ ജോർദാനും ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ നേരത്തെ യുദ്ധമുണ്ടായ സമയത്ത് തന്നെ പലസ്തീൻകാരായ അഭയാർത്ഥികൾക്ക് വാതിൽ കൊട്ടിയടച്ചു. കാരണം അവർക്ക് അങ്ങോട്ടേക്ക് വന്നു കയറാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് പുതിയ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ജോർദാൻ രാജാവുമായിട്ടൊക്കെ ചർച്ച നടത്തി നിങ്ങൾ തൽക്കാലം ഇവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ലോക രാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ ഗസയിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം ഈ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു തന്ത്രം കൂടെ ഉണ്ട്. കാരണം ഈ ലെബനനിലും അതുപോലെ തന്നെ ഈ ഗസയിലുമൊക്കെ ഈ ഇസ്രയേൽ ആക്രമണം നടത്തിയ എന്തിനാ, ഹമാസിനെയും ഹിസ്ബുള്ളയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ അവരുടെ ഈ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ഹമാസ് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ മുഖമൊന്നും മറയ്ക്കുന്ന രീതിയിലുള്ള ക്യാപ്പൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹമാസിൻ്റെ ആളുകളെല്ലാം അവിടെയുണ്ട്. അപ്പം ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും ഒക്കെ തന്നെ ഇവരെ ഇവിടുന്ന് നീക്കണമെന്ന് പറയുന്നത് ഹമാസിൻ്റെ അവശേഷിക്കുന്ന പോരാളികളെ കൂടെ ഇവിടെ നിന്ന് നീക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇനി ഗസയിൽ ഹമാസിൻ്റെ സാന്നിധ്യം ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പിടികൂടിയ വെസ്റ്റ് ബാങ്കും ഗസയും ഉൾപ്പെടെയുള്ള റഫ മേഖല ഉൾപ്പെടെ എല്ലാം തന്നെ ഇനി ഇസ്രായേലിൻ്റെ ഭാഗമാകും. അപ്പോൾ ഇസ്രായേലിൽ ഇനി ആരുണ്ടാകരുത്, പലസ്തീൻകാരുണ്ടാകരുത്. അപ്പോൾ ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ ചോദിക്കും അത് ശരിയല്ല, കാരണം പലസ്തീൻകാർ എവിടേക്ക് പോകും, ഏത് രാജ്യത്ത് കഴിയുമെന്നൊക്കെ. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് നെതന്യാഹുവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല, നിങ്ങൾ ഇവിടുന്ന് മറ്റുള്ളവരെ മാറ്റണം. ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹു ഒക്കെ ഇക്കാര്യത്തിൽ നിർബന്ധം പിടിച്ചാൽ ജോർദാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിന് വില്ലിങ് വഴങ്ങേണ്ടി വരും. കാരണം ഇവർക്ക് ഈ അഭയാർത്ഥികളെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. നിലവിൽ പറയുകയാണെങ്കിൽ യുദ്ധം ആരംഭിച്ച് ഇത്രയും വർഷത്തിനുള്ളിൽ ഏതാണ്ട് 15% ജനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 49,697 പേരാണ് നിലവിൽ ഈ ഗസ മേഖലയിൽ കൊല്ലപ്പെട്ടത്. അതിൽ വിരലിലെണ്ണാവുന്നവർ അല്ലെങ്കിൽ ഒരു 100-ൽ താഴെയായിരിക്കും ഹമാസ് പോരാളികൾ. ബാക്കിയുള്ളവർ മുഴുവൻ അവിടുത്തെ നിരപരാധികളായ പലസ്തീൻകാരാണ്. അതിൽ തന്നെ 18,000-ഓളം കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ മരിച്ചതോടുകൂടി പലസ്തീൻ ജനത എന്ന് പറയുന്നത് ഒരു ഏജ്ഡ് ഗ്രൂപ്പായിട്ട് മാറും. കുറച്ച് പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും മാത്രമാണ് അവിടെയുള്ളത്. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവരെന്തെടുക്കും, സ്വാഭാവികമായിട്ടും മരണത്തിന് കീഴടങ്ങും. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ പലസ്തീൻകാരുണ്ടാകില്ല. അപ്പോൾ എല്ലാ കാലത്തും ഹമാസിൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയൊക്കെ ലക്ഷ്യം ലോകത്ത് നിന്ന് ജൂതന്മാരെ തുടച്ചു നീക്കണം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാക്കണം. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെയും ചിന്ത ഇത് തന്നെയാണ്. മാത്രമല്ല നമുക്കറിയാം ട്രംപ് ഒരു നല്ല കച്ചവടക്കാരനാണ്. ട്രംപ് എല്ലായ്പ്പോഴും ട്രേഡിനെ, വ്യവസായത്തെ, കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഗസയിൽ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ പുതിയ ഒരു എന്താ പറയുക വില്ലേജ് തന്നെ സൃഷ്ടിക്കണമെങ്കിൽ സ്വാഭാവികമായും അമേരിക്കൻ കമ്പനികൾ ഇവിടെ നിക്ഷേപം നടത്തും. അപ്പോൾ അമേരിക്കൻ കമ്പനികൾ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാം. അത്തരം കമ്പനികളൊക്കെ വരികയാണെങ്കിൽ ഗാസയിലുള്ള നിലവിലുള്ള ആളുകളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റണം. ആ മാറ്റിയെങ്കിൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഈ പലസ്തീൻകാർക്ക് മറ്റ് അറബ് രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരില്ലേ, നമ്മുടെ ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ചിട്ട്? അതെ, തീർച്ചയായിട്ടും ഗസയിൽ അങ്ങനെ ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തുനിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അത് അവർക്കൊരു തിരിച്ചടിയായിരിക്കും. പക്ഷേ ഇവരെ എങ്ങോട്ടേക്ക് മാറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? അല്ല, എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ നമുക്കറിയില്ല, ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം ഉണ്ടായപ്പോൾ ഗാസയിൽ മൊത്തം 36 ആശുപത്രികൾ ഉണ്ടായിരുന്നു. അതിൽ 20 ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. എന്തുകൊണ്ടാണ്? ഈ ഇസ്രായേലിൻ്റെ ആക്രമണം മൂലം അല്ലെങ്കിൽ ഹമാസിൻ്റെ പ്രതിരോധം മൂലമൊക്കെ അവിടെ സ്ഫോടനങ്ങളുണ്ടായി, ഇത് കെട്ടിടങ്ങൾ തകർന്നു. 596 സ്കൂളുകളുണ്ട്. അതിൽ 496 സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടന്നു. അതിൽ 390 സ്കൂളുകൾക്ക് നേരെ നേരിട്ട് ഇസ്രായേൽ ആക്രമിച്ചത്. എന്തിനാണ് ആക്രമിച്ചത്? ഹമാസ് പോരാളികൾ ഇസ്രായേലിന് നേരെ അറ്റാക്ക് നടത്തിയതിന് ശേഷം ഈ സ്കൂളുകളിലാണ് ഇവർ പോയി ഒളിച്ചിരുന്നത്. അപ്പം ഹ്യൂമൻ ഷീൽഡിൻ്റെ എന്ന് വെച്ചാൽ മനുഷ്യ കവചം തീർത്തിട്ട് അതിന് ചുറ്റും ഈ ഇവർ ഒളിച്ചിരിക്കുന്നു. അവിടേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പോൾ സ്കൂളില്ല.
ആശുപത്രി ഇല്ല, അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളും അവിടെ ഇല്ല. ഇനി താമസിക്കാനുള്ള ബഹുനില കെട്ടിടങ്ങളുണ്ട്, അതൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ചാമ്പലായി. അപ്പം അസ്ഥികൂടങ്ങൾ, അതായത് ഇരുമ്പിൻ്റെ ഒരു എന്താ സ്ട്രക്ചർ, അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ കൂമ്പാരം, ഇതെല്ലാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് അവിടെ ഒരു പുതിയ ഗസ പടുത്തുയർത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹമാസിൻ്റെ ആക്രമണത്തെ ഭയന്ന് ജൂതന്മാരായ കുറേ ആളുകൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അവരെയുമൊക്കെ ഇസ്രായേൽ രാജ്യം തിരിച്ചു വിളിക്കും. അങ്ങനെ ഈ ലെബനൻ്റെയും ഹമാസ് കഴിഞ്ഞിരുന്ന ഗസയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയും ഒക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഒരു വിശാല ഇസ്രായേൽ ഇവർ കെട്ടിപ്പടുക്കും. ആ വിശാല ഇസ്രായേൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി അമേരിക്കയ്ക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ ജോർദാൻ രാജാവിൻ്റെയും ഈജിപ്തിലെ ഭരണാധികാരികളുടെയും ഒക്കെ നിലപാടുകൾ വ്യക്തമാക്കണം. നമുക്കറിയാം എല്ലാ കാലത്തും സൗദി ഉൾപ്പെടെയുള്ള ഈ ഗൾഫ് കൺട്രീസ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയും, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഈ പാലസ്തീൻകാർ ഓടിച്ചെല്ലാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. പക്ഷേ ആ രാജ്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് വിസ നിഷേധിച്ചു, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരണ്ട, ഞങ്ങൾ അതിന് അനുവദിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടം വരുമ്പോൾ ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളും ചില വഴങ്ങലുകൾക്ക് വിധേയമാകേണ്ടി വരും. ഇപ്പം ഈ പറയുന്ന സൽമാൻ രാജകുമാരൻ, സൗദിയുടെ ഒരു രാജാവാണല്ലോ, ഈ സൽമാൻ രാജകുമാരൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ്. അവർക്ക് ബാക്കിയെല്ലാം സഹായം ചെയ്യുന്ന ട്രംപാണ്. ട്രംപ് പറയുകയാണ് കുറച്ച് പേരെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സൗദി കേട്ടെന്നിരിക്കും, അങ്ങനെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കൂടി കേട്ടെന്നിരിക്കും. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ പൂർണ്ണമായും താൽക്കാലികമായിട്ടെങ്കിലും ഈ പലസ്തീൻകാരെ അല്ലെങ്കിൽ ഗസ നിവാസികളെ അവിടെ നിന്ന് മാറ്റാൻ കഴിയും. ഇവിടെ പറയുന്നത് എന്താണ്, ഈ ഗസയിലെ മുഴുവൻ ആളുകളെയും മാറ്റിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു പുതിയ വില്ലേജ് സൃഷ്ടിക്കുന്നു, പുതിയൊരു സിറ്റി സൃഷ്ടിക്കുന്നു. അപ്പോൾ ഗസ എന്ന് പറയുന്ന പുതിയൊരു വില്ലേജോ ഒരു സിറ്റിയോ സൃഷ്ടിച്ചാൽ അവിടെ പിന്നെ പലസ്തീൻകാരുണ്ടാവില്ല, ഹമാസുകാരുണ്ടാവില്ല. അപ്പോൾ ഇത്രയും നാൾ ഇവർ ഈ ഇസ്രായേലാണ്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇവർക്ക് പണവും ആയുധമൊക്കെ കൊടുത്തല്ലോ, ഇനി കൊടുക്കാനുള്ള ശേഷി ഇറാനും ഇല്ല. അപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ എന്നേക്കുമായി നിലയ്ക്കുമെന്ന് മനസ്സിലാവില്ലേ? അതെ, ട്രംപിന്റെ പുതിയ നീക്കം എങ്ങനെയായിരിക്കും ഈ ഹമാസിനോടും ഇറാനോടും? അതാണ് ട്രംപാണ് വ്യക്തമായ നീക്കം നടത്തുക. ട്രംപ് പറയുകയാണ്, ഞാൻ ചില നിർദ്ദേശങ്ങൾ വെക്കുന്നു, നിങ്ങൾ അതിനോടൊക്കെ യോജിക്കണം. അതുകൊണ്ടാണ് ജോർദാൻ രാജാവിനോടും ഈജിപ്തിലെ ഭരണാധികാരിയോടും ഒക്കെ പറയുന്നത്, കുറച്ച് നാളത്തേക്ക്, അത് എത്ര കാലമെന്ന് പറയുന്നില്ല, നിങ്ങൾ ഇവിടെയുള്ള കുറേ ആളുകളെ അവിടെ നിങ്ങളുടെ രാജ്യത്ത് താമസിപ്പിക്കണം, തൽക്കാലം അഭയാർത്ഥികൾ എന്ന രീതിയിൽ താമസിപ്പിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് വേണേൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അത് എത്ര കാലം കഴിഞ്ഞു, 1 വർഷമോ 2 വർഷമോ 3 വർഷം, അപ്പോൾ കൃത്യമായ കാലയളവ് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. നിലവിലെ ഹമാസിൻ്റെ പോരാളികൾ എന്നറിയപ്പെടുന്ന തീവ്രവാദികൾ, അവരും ഒപ്പം ഈ പലസ്തീൻകാരും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ആരുണ്ടാകും? പലസ്തീൻകാരല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ, അത് ഇസ്രായേലുകാരാണ്. അപ്പം ഈ പറയുന്ന ഗസ മേഖല, വെസ്റ്റ് ബാങ്ക് മേഖല, ഇവർ ഓടിപ്പോകുന്ന റഫ മേഖല, ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്കാവും. ഇവർ പറയുന്നത് ഞങ്ങൾ കൺസ്ട്രക്ഷൻ നടത്തുകയാണ്, ഞങ്ങൾ ഈ നഗരത്തെ പുനഃസൃഷ്ടിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ മാറണം. ശരിയാണ് ഇവർ പറയുന്നത്. കാരണം ഈ നാട്ടിലുള്ള പലസ്തീൻകാരായ ഒരുപാട് നിരപരാധികളെ കൊന്നല്ലോ, കുട്ടികളെ കൊന്നല്ലോ, അതിന് പകരം ഞങ്ങളിവിടെ ചില പ്രവൃത്തികൾ ചെയ്യുകയാണ്. കാരണം ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ട്. ഇസ്രായേലിൻ്റെ ഏതാണ്ട് 1969 പേരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ തന്നെ 982 പേര് സിവിലിയൻസും 987 പേര് അവിടുത്തെ ആർമിയിലുള്ള ആൾക്കാരുമാണ്. ഇപ്പോൾ എന്താ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്നില്ലേ? ഇപ്പോൾ ലെബനനുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ച തൽക്കാലം നടന്നിരിക്കുകയാണ്, വെടിനിർത്തൽ. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഇപ്പോൾ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒക്കെ ഇടപെടൽ കൊണ്ട് കുറച്ചുകൂടെ നീട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഈ നീട്ടൽ എന്ന് പറയുന്നത് ഫെബ്രുവരി 16 വരെയാണ്. എന്ന് വെച്ചാൽ വീണ്ടും അവിടെ ആക്രമണം ഉണ്ടാകരുത്. പക്ഷേ എപ്പോഴെങ്കിലും ഹമാസോ ഹിസ്ബുള്ളയോ അവരുടെ വാക്കുകൾ തെറ്റിച്ചാൽ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ആക്രമണവും ഉണ്ടാകാം. അതുകൊണ്ടാണ് അമേരിക്ക നിലവിൽ ഇസ്രായേലിന് കുറച്ചുകൂടി ആയുധങ്ങളൊക്കെ നൽകുന്നുണ്ട്. ബിബ്ലിക്കൻ വചനങ്ങൾ എന്താ പറയുക ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് അവകാശമുള്ളതാണ് ആയുധങ്ങൾ. ആ പേരും പറഞ്ഞിട്ട് അമേരിക്ക ആയുധം നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഹമാസോ ഹിസ്ബുള്ളോ ഇനി തലപൊക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർ പോകാതിരിക്കുകയോ ചെയ്താൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്താം. കാരണം 4 ഇസ്രായേൽ തടവുകാരെ വിടുമ്പോൾ 100ഉം 200ഉം തടവുകാരെയാണ് തിരിച്ച് പലസ്തീൻകാരായിട്ടുള്ളവരെ ഇവർ വിട്ടുകൊടുക്കുന്നത്. അതൊരു പരിധി കഴിയുമ്പോഴേക്കും പിന്നീട് ജീവനുള്ള ബന്ദികൾ ഇസ്രായേലിൻ്റെ ആൾക്കാരായിട്ടുള്ള ആളുകൾ ഇവരുടെ കയ്യിലില്ലെങ്കിൽ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമണം നടത്തും. അതാണ് ട്രംപിൻ്റെയും ഈ പറയുന്ന നെതന്യാഹുവിൻ്റെയും ലക്ഷ്യം. എന്തായാലും ഇവരെ മാറ്റി അവിടെ പുതിയൊരു നഗരം, പുതിയൊരു വില്ലേജൊക്കെ സൃഷ്ടിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത് ഒരു കച്ചവടത്തിൻ്റെ കൂടി ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ലോകം മൊത്തം ഞെട്ടിയിരിക്കുകയാണ് ഈ നീക്കം കണ്ടിട്ട്.